നമ്മുടെ മേരി ക്വീൻ മിഷൻ ഹോസ്പിറ്റലിലെ വുമൻസ് ഡേ പ്രോഗ്രാമാണ്. നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന വനിതകളെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏതാനും ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ഏറ്റവും കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, ഏതാണ്? മേരി ക്വീൻസ് ഹോസ്പിറ്റലാണ്. വലിയ അഭിമാനത്തോടെയാണ് ഞാൻ ഈ സ്റ്റേജിലായിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ നിറസാന്നിധ്യമായിട്ട് ഉദ്ഘാടകയും മഹിനി സാന്നിധ്യമായിട്ട് നമ്മളിവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ശാന്തി മാഡം, അതുപോലെ തന്നെ ശ്രീമതി ദീപ മോളെ വലിയൊരു കയ്യടിയോടെ നമ്മുടെ നന്ദി അറിയിക്കാൻ നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരള പോലീസിൻ്റെ ഒരു അഭിമാനമാണ് മാഡം. ഒത്തിരി ട്രെയിനിങ് സെഷൻസിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നാർക്കോട്ടിക്സ്, മോഹൻലാൽ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നാണ്. ഇത് പറഞ്ഞ് പഠിപ്പിക്കാനും നമുക്ക് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, വലിയ വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ മാഡം ട്രെയിനിങ് കൊടുക്കാനും ക്ലാസ് എടുത്ത് അവയർനെസ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. തോമസ് മുന്നിൽ ഞാൻ കണ്ടില്ല, ഞാൻ ഓർത്ത് ഫുള്ള് ഇവർ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. നിത്യാണ് ടീമിനെ ഏൽപ്പിച്ചിരിക്കുക. വനിതാ ദിനം വനിതകളുടെ ദിനമാണ്. ഞാനതുകൊണ്ട് സൈഡിൽ എവിടെ നിൽക്കാമെന്ന് വെച്ചാൽ അവിടെ പോയിരിക്കുകയായിരുന്നു. കാരണം അത്രയും അഭിമാനമുണ്ട്. കാരണം ഈ നമ്മുടെ സ്ഥാപനത്തിൽ 85% വനിതകളാണ് ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ നമ്പരൊക്കെ എടുത്ത് നോക്കിയപ്പോൾ, അതുകൊണ്ട് ധൈര്യത്തോടെ അഭിമാനിക്കാൻ, കൈയടിക്കാൻ, ഒന്നും പേടിക്കണ്ട. ആരോഗ്യറാണിയുടെ പെൺകരുത്ത് എന്ന ഒരു ടോപ്പിക്കിൽ ഒരു ടാഗ് ലൈൻ കൊടുത്താണ് നമ്മൾ ഈ വനിതാ ദിനാഘോഷം ഇന്നിവിടെ നടത്തുന്നത്. അപ്പോൾ ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ഓർത്തപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്നലെ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഇന്ന് പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ കാര്യം പങ്കുവെക്കുന്നതിൽ. നമ്മുടെ വനിതകളുടെ ശക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ വനിതകൾ ഈ സ്ഥാപനത്തിന് നൽകിയ നല്ല സംഭാവനകളെക്കുറിച്ചൊക്കെ വലിയേറെ അറിവും അതുപോലെ തന്നെ ഒത്തിരിയേറെ അനുഭവ സമ്പത്തും ഒക്കെ എനിക്കുമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ സോമിന ലാബിലെ സോമിന നമുക്കറിയാം, ഒരു സ്റ്റേഷനറി സെൻറ്ററിലോട്ട് ഞങ്ങളുടെ ഒരു സ്റ്റാഫ്, ഞങ്ങളുടെ കൊച്ചായിരുന്നു, പെട്ടെന്നുണ്ടായ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഞാൻ പോയി കണ്ടപ്പോൾ, ഷിബി ചേച്ചി ഇവിടെ ഉണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? ഇല്ല. അപ്പം ഞാൻ ഷിബി ചേച്ചിയും കൂടെ സോമിനായെ പോയി ഒരാഴ്ച കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായിരുന്നു. കാരണം നമ്മുടെ ഒരു കൊച്ചി ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ വലിയ ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിൻ്റെ ഫുൾ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകത്തില്ലാത്ത സാഹചര്യത്തിൽ അവിടുത്തെ ഡോക്ടർമാരെയും അച്ഛന്മാരെയും എല്ലാം ഞങ്ങൾ കണ്ടപ്പോൾ സംസാരിച്ചപ്പോഴൊക്കെ പ്രാർത്ഥന മാത്രമേ നമ്മുടെ ഒരു ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം അത്രയേറെ ഒരു സങ്കീർണമായ രീതിയാണ്, ആർക്കും അനലൈസ് ചെയ്യാൻ പറ്റില്ല, എന്താണ് ഈ കൊച്ചിൻ്റെ പ്രശ്നം തിരിച്ചറിയാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോഴാണ് ഷിബി ചേച്ചി എന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയുടെ ശക്തി മേരി ക്വീൻസിൻ്റെ അമ്മ നമ്മളെ പിടിച്ചു നിർത്തും എന്നുള്ള ഒരു ഉറപ്പിലായിരുന്നു ഞങ്ങളൊക്കെ. ഞാൻ സിർലച്ചനോടെ കാലിക്കട്ടായിരുന്നപ്പോൾ തിരിച്ചെത്തുന്ന വഴിയിലും ഈ സോമിനാടെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, എല്ലാം കൈവിട്ട് പോവുകയാണ്. എന്തെങ്കിലും നിങ്ങൾ എല്ലാവരിലൂടെ കിട്ടുന്ന ഒത്തിരിയേറെ സംഭാവനകൾ, ഒത്തിരിയേറെ നന്മകൾ, ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമ്മുടെ ക്യാമ്പസിലും നമ്മുടെ ഇവിടെ വരുന്നവരിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും ഉപകാരമൊക്കെ ചെയ്തു കൊടുക്കുന്ന നിങ്ങളെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വനിതാ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഇവിടെയുള്ള വനിതകളെല്ലാം ബൈക്ക് ഓടിക്കുന്നവരോ ആംബുലൻസ് ഓടിക്കുന്നവരോ, ഇവിടെ ഇപ്പോൾ ആംബുലൻസ് ഓടിക്കുന്ന എനിക്ക് തോന്നുന്നത് സിർലച്ചൻ ഓടിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നത് മാഡം മാത്രമേ ആണുള്ളൂ. സിർലച്ചസിൽ ഓടിക്കുന്ന ആളാണ്, ആണുങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾക്കില്ലേ ഇവിടെ ഇരിക്കുന്ന പിള്ളേരെല്ലാം അങ്ങനെയൊക്കെ ഓരോ മേഖലയിലും എക്സലൻ്റ് ആകട്ടെ, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ ആവറേജ് ആകരുത്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നാം സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം, നമ്മുടെ സംഭാവനകൾ വിലമതിക്കപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കാം, പരസ്പരം വളർത്താം, എംപവർ ചെയ്യാം. കഴിവുള്ളവർ കഴിവില്ലാത്തവരെ കൂട്ടി നിർത്തി ഒരുമിച്ച് വളരാനൊക്കെ ആയിട്ട് സാധിക്കട്ടെ എന്ന് ഈ വനിതാ ദിനത്തിൽ എല്ലാവരോടും നല്ല ആശംസകൾ നേരുന്നു. ഈ വനിതാ ദിനത്തിൽ എന്ത് ചെയ്യണമെന്ന്, അപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ ഇന്നലെ അച്ഛന്മാരോട് പോലും ചോദിച്ചില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കുറേയൊക്കെ ആലോചിച്ചു. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ആലോചിച്ചപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതാണ്, ഈ 2026 ഇത് എന്ത് വേണം ചെയ്യാം. ഇപ്പോൾ 26 ആളുകൾ ഫ്രീ ആയിട്ട് മേരി ക്വീൻസ് ഹോസ്പിറ്റലിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കും. അതിന് കമ്പനികൾ 3-4 ഡ്രൈവിംഗ് സ്കൂളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്തു തരും. നിങ്ങൾ ആരും പൈസ ഒന്നും മുടക്കണ്ട, അത് ഹോസ്പിറ്റലിൽ ഏറ്റെടുക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അടുത്ത വർഷം വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല,
26 പേര് കാർ ഓടിച്ച് കാണിക്കണം. കാറോ ട്രക്കോ ആംബുലൻസോ ഏത് ഹെവി ആണെങ്കിൽ ഹെവി ലൈസൻസ് എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വനിതാ ദിനത്തിൽ മേരി ക്വീൻസ് കുടുംബാംഗങ്ങൾക്ക് വനിതകൾക്കായിട്ടുള്ള ഒരു അപ്പം നല്ല നമുക്ക് ഡിഫൻസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും പഠിച്ചിരിക്കണം. കരാട്ടെ ആണെങ്കിൽ കരാട്ടെ ക്ലാസ്സുകൾ ഞാനിതിൽ അന്വേഷിച്ചിരുന്നു. ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട, അത്യാവശ്യം തടയാൻ അല്ലേ, ഡിഫെൻഡ് ചെയ്യാനും തിരിച്ചടിക്കാനും ഒക്കെ ഉള്ള കഴിവുകൾ, അതിന് സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. നിങ്ങൾക്ക് നോട്ടീസ് ഇടുമ്പോൾ വന്ന് ഈവനിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യുക. നാളോ മടിയൊന്നും വിചാരിക്കരുത്. നമ്മളിതിനെല്ലാം അതിജീവിക്കേണ്ടവരാണ്. ആ ഒരു ശക്തിയും വലിയ കാഴ്ചപ്പാടും നമുക്കുണ്ടാവണം. മേരി ക്വീൻസിലെ സ്റ്റാഫ് അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തോടെ ഓരോ മുഖത്ത് നോക്കുമ്പോഴും സന്തോഷത്തോടെ മറ്റുള്ളവരെ കാണാനും അവരിൽ നിന്ന് പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. വലിയ മനസ്സോടെ ചിന്തിക്കണം, ഇടുങ്ങിയ രീതിയിൽ ചിന്തിക്കരുത്. വിശാല മനസ്സോടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. വിശുദ്ധ ചാവറ പിതാവ് ദർശനങ്ങൾ, കാഴ്ചപ്പാട്, ഞങ്ങളൊക്കെ ചാവറയച്ചനെ നോക്കി പഠിക്കുന്നതാണ്. ഞാൻ എൻ്റെ മുറി വരുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട് ചാവറകളിൻ്റെ ഒരു ചെറിയ പുസ്തകം. ഇനി വരുവാണെങ്കിലും തരാം. ഇനി ഇരിപ്പുണ്ട് 19 കോപ്പി. അത് വായിക്കണം. ചാവറയച്ചൻ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി സാംസ്കാരിക രാഷ്ട്രീയ മത ഒരു ഭേദം ഒന്നുമില്ലാതെ വലിയ കാഴ്ചപ്പാടിലൂടെയായിരുന്നു. നാട് വളരണം, നമ്മൾ വളരണം, അങ്ങനെയുള്ള ചിന്തയോടെ ചാവറയച്ചൻ്റെ ദർശനം. ഗേറ്റ് ടു ഗേറ്റ് ഈ ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന 700ഓളം ആളുകളുണ്ട്. അതിൽ 500ഓളം വനിതകളുണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. കുടുംബത്തിൻ്റെ വലിയ പിന്തുണ മാത്രമാണ് ഇവിടെ നമ്മൾ ഒരുമിച്ചായിരിക്കാനും ഒരുമിച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതിൻ്റെ പിൻപിലുള്ളത്. എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ വനിതാ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹത്തോടെ എല്ലാവരും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ദൈവം മേരി ക്വീൻസിൻ്റെ മാതാവ് വിശുദ്ധ ചാവറയച്ചൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേഡത്തിനെയും ശാന്തി മേഡത്തിനെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം ഈ ലോഗോ ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലിസിയമ്മ മേഡത്തിനെയും ഡോക്ടർ അനീഷ മേഡത്തിനെയും എത്രയും സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജിഷ ജോസ്, ഡോക്ടർ മീന ജോസഫ്. ഡോക്ടർ അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല, എന്നാൽ നമ്മൾ ഈ സമയം അവരെ എല്ലാം സ്നേഹത്തോടെ സ്മരിക്കുന്നു. செய்யக்கூடாதுன்னு 50 இருக்கு. எல்லாருக்கும் பிடிச்ச அந்த 5 நம்ம செய்யலாம். ஆனா நமக்கு பிடிச்ச அந்த 50 நம்ம செய்யக்கூடாது. संग तेरा उड़ा पतंग मेरा हवा में होके मलन जग की कोई रीत न जाने
സോ ഇത് അവർക്ക് ഒരു അപ്രിസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സിസ്റ്റർ ലിജി, പ്രിൻസിപ്പൽ ഓഫ് നഴ്സിംഗ് സ്കൂൾ. മാം പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. ലിജി സിസ്റ്ററിനുള്ള അപ്രിസിയേഷൻ കൊടുക്കുന്നതിനായിട്ട് ദീപ മാഡത്തിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സിസ്റ്റർ ഷൈനി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് നഴ്സിംഗ്. സിസ്റ്റർ മിനി, അസിസ്റ്റന്റ് മാനേജർ നഴ്സിംഗ്. സിസ്റ്റർ കരുണ, ഫാർമസി ഹെഡ്. മിസ്സസ് ഷിബി, ലാബ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി, സിസ്റ്റർ ആനി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.